നഗരസഭ കരട് വാർഷിക പദ്ധതി പ്രൊജക്ടുകളുടെ അംഗീകാരത്തിനായി കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭ ചെയർപേഴ്സൺ ജയസുധയുടെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം ചേർന്നത്. വെള്ളിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി വാർഷിക കരട് പദ്ധതി അംഗീകാര കൗൺസിൽ യോഗം നടന്നു. കൗൺസിൽ യോഗം അംഗീകരിച്ച അജണ്ടകൾ മാറ്റിയാണ് ഭരണസമിതി അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ കൗൺസിലർ PMA ജലീൽ ആരോപിച്ചു. ഈ 19 കോടി രൂപയ്ക്കുള്ള പ്രൊജക്ടുകളായിട്ടുണ്ട്. 19 കോടി രൂപയ്ക്കുള്ള പ്രൊജക്ടുകളായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതാണ് ഒഴിവാക്കുക, ഏതാണ് ഉൾപ്പെടുത്തുക ഒന്ന് പറയണ്ടേ? അതെന്താ കാര്യം അറിയാം, സെക്രട്ടറി കൂടി പറയാം. എന്താ കൃത്യ ചോദിക്കുന്നത്? ഈ 20-ാം തീയതി നമ്മൾ ബാരേജ് പ്രോജക്റ്റിന്റെ ഒരു അജണ്ട വെച്ച് കൗൺസിൽ വിളിച്ചു. ഈ അജണ്ടയില് നമ്മളൊക്കെ വളരെ ഗഹനമായി ചർച്ച നടത്തി, കാര്യങ്ങളൊക്കെ നടത്തി. നമ്മൾ ചില അംഗങ്ങൾ മാത്രമല്ല പലരും അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോ ആ വിയോജിപ്പ് പോലും അജണ്ടയിലില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇതില് പറയാത്ത 30 പുതിയ പ്രൊജക്ടുകളാണ് നിങ്ങൾ DPC കൊടുത്തിരുന്നത്. 30 പ്രൊജക്ടുകളാണ് ഇതിൽ പറയാത്ത. നാടൻ ഭാഷയിൽ പറയും, അനിയത്തിയെ കാണിച്ചു കൊടുക്കും, ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുക്കും. അതേ രൂപത്തിൽ ചെയ്തത് ഇതാണ്. അപ്പോ ഇതില് കൃത്യമായൊരു ക്ലാരിറ്റി വേണം. നിങ്ങൾ അത് ഉൾപ്പെടുത്തി ഇതാക്കണം എന്ന് പറയരുത്. ഈ അജണ്ടയിൽ ഇല്ലാത്ത 30 പുതിയ പ്രൊജക്ടുകളാണ് ഇതിൽ നിങ്ങൾ നൽകിയത്. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നടപ്പിലാക്കാനാണെന്ന് വൈസ് ചെയർമാൻ രാജേഷ് മറുപടി നൽകി. പദ്ധതി അനിവാര്യമായതുപോലും നിർവഹിക്കാൻ കഴിയാതെ മാറ്റിവെക്കപ്പെടണമെന്നാണ് പറയുന്നത്. മാറ്റിവെക്കപ്പെടാം, കൗൺസിലിന് തീരുമാനിച്ചോളൂ. മാറ്റിവെക്കപ്പെടാം, ഒരു വിരോധമില്ല. കൗൺസിലിനാണ് ഉത്തരവാദിത്വം. ഇന്ന് പദ്ധതി വേണ്ട, ഇതിലെല്ലാം വന്നിട്ടില്ല, സംഖ്യകൾ ടാബുലേഷൻ കൃത്യമായിട്ടില്ല, അതുകൊണ്ട് മാറ്റിവെക്കപ്പെടണം, തീരുമാനിച്ചു പോവാം. ഒരു വിരോധമില്ല, തീരുമാനിച്ചു പോവാം. 2 ദിവസം സമയം തരണം ഇത് കൃത്യതയാക്കാൻ. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ നൽകിയതിൽ നിന്നും വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും വന്ന നിർദ്ദേശങ്ങൾ അത് ടാലി ചെയ്യാൻ, അത് ഉൾപ്പെടുത്താൻ കാര്യമാവില്ല. അപ്പോഴും ഉൾപ്പെടുത്താൻ കഴിയണം. സ്പിൽ ഓവർ പ്രൊജക്ടുകളുടെ സംഖ്യ നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. 20% മാറ്റിവെച്ചാൽ മതിയോ? 20% മാറ്റിവെച്ചാൽ മതിയാവില്ല. കാരണം പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ, എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് കൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തെ ഇന്ന് തന്നെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് കൗൺസിൽ തീരുമാനിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കൗൺസിൽ ചർച്ച ചെയ്യണം. കൗൺസിൽ ചർച്ച ചെയ്ത് അനിവാര്യമായ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി പദ്ധതി സമർപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. PMAY പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിടാതെ എങ്ങനെയാണ് പുതിയ വീടുകൾ അനുവദിക്കുക എന്ന് ശശികുമാർ ചോദ്യം ഉന്നയിച്ചു. 122 പദ്ധതികൾ ആസൂത്രണം ചെയ്ത പദ്ധതി അംഗീകരിച്ച ശേഷം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ പോരെ എന്ന് കൗൺസിലർ പ്രദീപ് അഭിപ്രായപ്പെട്ടു. ടൈഡ് ഫണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പദ്ധതി വരില്ലേ? ചോദ്യമാണ്. ടൈഡ് ഫണ്ട് വന്നാൽ ഇത് മറ്റൊരു അവസരത്തിൽ ഈ പദ്ധതി വെക്കാനുള്ള അവസരമുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം, കൃത്യമായിട്ട് പറയണം. വിഷയം എന്താണെന്നറിയോ? മാൻഡേറ്ററി പദ്ധതിയാണ്. ഇപ്പോൾ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിന് ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡുകളിൽ 5 വീതം സ്ലോട്ടുകൾ നീക്കി വെച്ചിട്ടുണ്ട്. അത്രയേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടാണ് അത് വെച്ചേ പറ്റൂ. പറ്റുമെങ്കിൽ 90 എന്നുള്ളത് 1.5 കോടി വെക്കണം എന്നാണ് അഭിപ്രായം. അത് വെക്കണം. അതിന് വെക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ശുചിത്വ മേഖലയിൽ പദ്ധതി വെക്കണമെന്ന് PMA ജലീൽ ആവശ്യപ്പെട്ടു. 122 പ്രൊജക്റ്റിൽ ശുചിത്വം, കുടിവെള്ളം അടക്കമുള്ള പദ്ധതി വെക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. ന്യായീകരിച്ചാലും ഇത് അപൂർണമാണെന്നും ഇത് തട്ടിപ്പാണെന്നും മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ 19 കോടിയുടെയും പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം തന്നെ ഒരു 10 മിനിറ്റോട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. ഒരു രാജേഷോ അല്ലെങ്കിൽ ഒരു ജലീലോ ഒരു ശശികുമാറോ അല്ലല്ലോ, ഒരു സംവിധാനമാണല്ലോ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കൂടാം. നിങ്ങൾ പദ്ധതി കൊണ്ടുവരും, വെറുതെ നശിപ്പിക്കല്ലേ. PMAY പദ്ധതി സർക്കാർ ഒപ്പിടാത്ത സാഹചര്യത്തിൽ 400-ലധികം അപേക്ഷ വാങ്ങിയ ഭവനരഹിതരോട് എന്ത് മറുപടി നൽകണമെന്ന് കൗൺസിലർ അനിത ആവശ്യപ്പെട്ടു. 574 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളതെന്നും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പദ്ധതി ഭേദഗതി വരുത്തി പരിഹരിക്കുമെന്ന് വൈസ് ചെയർമാൻ രാജേഷ് മറുപടി നൽകി. ഞങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വം? ഈ പറയുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമില്ലേ? നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾക്ക് പോരായ്മ സംഭവിച്ചു, ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണ്ടേ? ഇന്ന് ഈ പദ്ധതി വൈകുന്നേരം ചർച്ച ചെയ്ത് നാളെ 28-ാം തീയതി ഗവൺമെന്റിലേക്ക് DPC-യിലേക്ക് സമർപ്പിക്കണം. 2-ാം തീയതിക്കുള്ളിൽ ഫിസിക്കലായി, നാളെ ഓൺലൈനായി എല്ലാം അപ്ലോഡ് ചെയ്യണമെന്നും 2-ാം തീയതി ഫിസിക്കലായി കൊണ്ടുവരണമെന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്.
എങ്ങനെയാണ് DPC നടത്തുക? ഇപ്പോ കഴിഞ്ഞ 5-ാം തീയതി മുതലത്തെ കാര്യം പറഞ്ഞു. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരാതികളും വന്നാൽ എങ്ങനെയാണ് DPC പരിഹരിക്കുക? DPC കാര്യം പരാതികളുണ്ടെങ്കിൽ പരാതി പരിഹരിച്ചല്ലേ അത് പരിഹരിക്കൂ. അപ്പൊ അങ്ങനെയാണ് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു, കൃത്യമായി കൊടുത്തിട്ടുണ്ട്, കൊടുക്കാനുള്ളവ കൊടുത്തിട്ടുണ്ട്. നഗരസഭ ചെയർപേഴ്സണ് വാഹനം വാങ്ങേണ്ടത് അടിയന്തരമല്ലെന്നും അതിനായി മാറ്റിവെച്ച തുക മറ്റു പദ്ധതികളിലേക്ക് മാറ്റണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു. നഗരസഭാ വികസനത്തെ മുടക്കരുതെന്ന് വൈസ് ചെയർമാൻ രാജേഷ് ആവശ്യപ്പെട്ടു.